പലിശയുടെ ഗൗരവം കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അതിന് ചില കാരണങ്ങളുണ്ട്. സാമ്പത്തികമായ അച്ചടക്കം നഷ്ടപ്പെട്ടതാണ് പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നതിൻ്റെ കാരണം. സാമ്പത്തികമായ അച്ചടക്കം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിച്ചാലേ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം ഒഴിവാക്കണം. ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ കുറേ ഉണ്ട്. മദ്യമയക്കുമരുന്നിൻ്റെ അഡിക്ഷൻ മാത്രമൊന്നുമല്ല, ഗെയിം അഡിക്ഷനാണ് ഏറ്റവും വലിയ അഡിക്ഷൻ എന്നാണ് പറയപ്പെടുന്നത്. ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം സൂപ്പർ മാർക്കറ്റ് കാണുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ആ ഉന്തിനെ വണ്ടിയിൽ എടുത്തുകൊണ്ട് അതിൻ്റെ കൂടെ ഉന്തിങ്ങാണ്ട് കാണുന്ന സാധനം എടുത്തിടനെ. ഇതിൻ്റെ പേരാണ് ഷോപ്പിംഗ് അഡിക്ഷൻ. അവസാനം കൗണ്ടറിൽ എത്തിക്കുമ്പോൾ ബില്ല് കൊടുക്കാൻ കയ്യിൽ കാശിലായിട്ട് കാർഡ് എടുത്ത് കൊടുക്കുന്നതിൻ്റെ പേരാണ് ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. സാധനം വാങ്ങണം, നല്ലത് വാങ്ങണം, ക്വാളിറ്റി ഉള്ളത് വാങ്ങണം, ഒക്കെ വേണം. പക്ഷേ ആവശ്യമുള്ളതല്ല വാങ്ങേണ്ടത്, കാണുന്നതല്ല വാങ്ങേണ്ടത്. നമ്മൾ ആവശ്യമുള്ളതല്ല വാങ്ങൽ, കാണുന്നതൊക്കെ വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അത് മാറ്റിയിട്ട് ആവശ്യമുള്ളത് വാങ്ങുന്നതിലേക്ക്, അത് കുറച്ച് വില കൂടിയാലും കുഴപ്പമില്ല. ഒരു 100 റുപ്യൻ്റെ ബനിയ വാങ്ങാൻ വേണ്ടിയിട്ട് 10 പീടി കയറേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതൊരു കടയിൽ കയറി അവിടെ 4 ഐറ്റം ഉണ്ടാവും, അതിൽ ഏറ്റവും നല്ല നോക്കിയിട്ട് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ആവശ്യമുള്ളതൊക്കെ ചെയ്യാം. പക്ഷേ ഇന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അധികം ആവശ്യമുള്ളതല്ല, കാണുന്നതൊക്കെ വാങ്ങുക എന്നുള്ളതാണ്. കണ്ടപ്പോൾ എന്താ ആവശ്യമില്ലാത്ത? കണ്ടപ്പോൾ ആവശ്യമില്ലാത്ത ഒന്നുമില്ലല്ലോ, എല്ലാ സാധനവും ആവശ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കാണുന്നതൊക്കെ വാങ്ങാന്നുള്ള നിലപാട് ഒഴിവാക്കിയിട്ട് ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത്, സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവണമെങ്കിൽ ദാനധർമ്മങ്ങൾ പരിശീലിപ്പിക്കണം. ദാനധർമ്മം ഏതൊരു സമൂഹത്തിലുണ്ടോ അവരിൽ മാത്രമാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാവുള്ളൂ. 1 കൊടുത്താൽ 10 കിട്ടുന്ന ഇടപാട് ദാനധർമ്മം അല്ലാത്ത വേറൊന്നുമില്ല. അല്ല ഹസനത്തു ബിഅശ്രി അംസാലിഹ എന്നാണ്. 7 തലമുറ പിന്നിടുന്നതിന് മുമ്പായിട്ട് 10 ഇരട്ടിയായി അള്ളാഹു തിരിച്ചു നൽകുമെന്നാണ് ദാനധർമ്മം. ആരെങ്കിലും ഒരാൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നല്ല നിലയിൽ ധനികനാകുന്നുണ്ടെങ്കിൽ ഓൻ്റെ 7 തലമുറയിലെ ഏതെങ്കിലും ഒരു വല്യപ്പ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്നതിന് ശേഷം വലിയ ധർമ്മിഷ്ഠനായിരുന്നു. സംഗതി മക്കത്ത് നിന്ന് മദീനത്തേക്ക് കയ്യും വീശിങ്ങാണ്ട് എല്ലാം മക്കത്ത് ഇട്ടുകൊണ്ട് പോകുന്നതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മുഹാജിറാണ്, അൻസാരി അല്ലല്ലോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പക്ഷെ എന്ത് ചോദിച്ചാലും മൂപ്പര് കൊടുക്കും. യുദ്ധത്തിന് പോകാൻ വേണ്ടി വയറിഞ്ഞപ്പോൾ വീട്ടിൽ പോയിട്ട് എല്ലാവരും ഉള്ളത് കൊണ്ടുവരികയാണ്. പോയി ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ 14,000 ദിർഹംസ് ഉണ്ടായിരുന്നു അന്നിട്ടോ. 1400 കൊല്ലം മുമ്പ്. ഇന്ന് തന്നെ പേരയിലായിരിക്കും 14,000 ദിർഹംസ് ഉണ്ടാകാൻ നോക്കണം. എന്നിട്ട് അതിന് 7,000 ദിർഹംസ് കൊണ്ടുവന്നിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. യുദ്ധത്തിന് പോകാൻ വേണ്ടി വയറിഞ്ഞപ്പോൾ എല്ലാവരും കയ്യും പോലൊക്കെ സഹായിക്കണം എന്നപ്പോൾ നീച്ചു നിന്നിട്ട് പറഞ്ഞു, 100 ഒട്ടകങ്ങളും അവൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധം ഞാൻ തരാൻ. വയറ് പിന്നെയും പറഞ്ഞു, രണ്ടാമോ നീച്ചിട്ട് പറഞ്ഞു, 100 ഒട്ടകവും അവൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധം ഞാൻ തരാൻ. മക്കത്തുനിന്ന് മദീനത്തേക്ക് കയ്യും വീശിക്കാണ്ട് പോയ ആളാണ് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുഹാജിറ. എന്ത് കൊടുക്കേണ്ടതിൻ്റെ കാരണം? മൂപ്പര വാപ്പ ധർമ്മിഷ്ഠനായിരുന്നു എന്നുള്ളതാണ് കാരണം. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അഫ്ഫാൻ എന്ന വാപ്പ വലിയ ധർമ്മിഷ്ഠനായിരുന്നു എന്നതാണ്. ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അലൈഹി ഇസ്ലാമും ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമും നടന്നു പോകുമ്പോൾ 3 സംഭവങ്ങൾ ഉണ്ടായതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു മദീന നന്നാക്കി കൊടുത്തത്. മദീന നേരാക്കി കൊടുത്തപ്പോൾ പറഞ്ഞു, ആ മദീനയുടെ ചോട്ടിലെ അങ്ങാടിയിൽ താമസിക്കുന്ന കുട്ടികളെ സമ്പത്തുണ്ട്, അതിന് സംരക്ഷണം ഏർപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞു. അവിടെ അതിൻ്റെ തഫ്സീർ കാണും, വക്കാന അബൂഹുമാ സ്വാലിഹ, ഓലെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞുകൊടുത്ത് കാണാം. ഈ വാപ്പ എന്ന് പറഞ്ഞത് ഈ കുട്ടികളെ നേരെ വാപ്പാനെ പറ്റിയിട്ടല്ല, 7ാമത്തെ വല്യപ്പാനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒരു ധർമ്മിഷ്ഠനായിരുന്നു എന്ന് കാണാം. സമ്പത്തിൻ്റെ പരിപാലനം, സമ്പത്തിൻ്റെ വളർച്ച, ദാനധർമ്മങ്ങളാണ്. അത് നാട്ടിലുണ്ടാവണം, അത് കുടുംബത്തിലുണ്ടാവണം, അത് പെരയിലുണ്ടാവണം.